ചേട്ടാ എവിടെയായിരുന്നു വീട്? എൻ്റെ വീട് കുറച്ച് മുകളിലാണ്, എൻ്റെ വീട്. അവിടെ എൻ്റെ വീട് കംപ്ലീറ്റ് ഒക്കെ നഷ്ടപ്പെട്ട് പോയത് കിടക്കണം. ഇപ്പോൾ ഞാൻ പോയി വീട്ടിൽ പോയി നോക്കിയിട്ടൊക്കെ വരികയാണ്. ഇപ്പോൾ താര മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മകനും. അവരൊക്കെ ഇപ്പോൾ ക്യാമ്പിലാക്കി. പിന്നെ പൊട്ടാത്തുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോയി. ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി നേരെ എന്ത് ചെയ്ത് നേരെ മേപ്പാടി പോയി. അങ്ങനെ എൻ്റെ മകനുണ്ടായിരുന്നു തിരുക്കപ്പറ്റ പോയി. ഈ മുകൾ ഭാഗത്ത് എത്ര വീടുകളുണ്ടായിരുന്നു? കുറേ വീടുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 10-50 വീടോളം ഉണ്ടായാലും കുറേ വീട് ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് 35 വീട് പോയിട്ടുണ്ട്. അതിനകത്ത് ആളുകളൊക്കെ അവരൊക്കെ രക്ഷപ്പെട്ടാണ്. പിന്നെ ഒരു കുടുംബത്തെ ഫുള്ളും പോയിട്ടുണ്ട്. പിന്നെ താഴത്തെ ഒരു കുടുംബം ഫുള്ളായിട്ട്. അവിടെ നിന്ന് വന്നതിന് ശേഷം താഴേക്കാണ് കൂടുതൽ താഴേക്കാണ് വന്നിരിക്കുന്നത്. അടിച്ചടിച്ച് വന്ന് അവിടുന്ന് ഒരു കുടുംബം അവിടുന്ന് പോയതല്ല, അവരൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ട് താഴ്ന്നാണ് ഒക്കെ പോയിരിക്കുന്നത്. അവിടുന്ന് പോയിട്ടില്ല. ചേട്ടനിപ്പം ക്യാമ്പിലാണ് താമസിക്കുന്നത്. കുടുംബത്തൊക്കെ അവിടെ താമസിക്കും. റേഷൻ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ നിങ്ങളെയൊക്കെ വാടക വീട്ടിലേക്കൊക്കെ മാറ്റും എന്നാണ് സർക്കാർ. എവിടെ ഒരു സ്ഥലത്ത് കിട്ടിയ സുഖമായിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ ഭയങ്കര വിഷമമുണ്ട്. കാരണം വീടൊക്കെ പോയി, എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു, സ്ഥലം പോയി, വീട് പോയി, 10 രൂപ വരുമാനം കിട്ടുന്നില്ലാതായി ഒക്കെ ആയിട്ട് ഇന്ന് എന്ത് ചെയ്യും ഏത് ചെയ്യുന്നതാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാനിപ്പോൾ എന്താ കട്ടെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇരിക്കാനും ഇടം വേണം. എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കൃഷിക്കാരനാണ്. ഞാൻ കൃഷി ചെയ്തിട്ടും ഏലവും കാപ്പിയും ഇങ്ങനെ ആയിട്ട് പോകും. പിന്നെ ചില അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊഴിൽ പണിക്ക് പോകും. പെണ്ണുങ്ങൾ പിന്നെ 8 പണിക്കാരത്താണ്. ചെറുക്കൻ പിന്നെ മിനിസിൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ പണിയും നിന്ന് ഇപ്പോൾ വരുമാനം വരെ ഇല്ലാതായി. സർക്കാർ എന്തായാലും പുനരധിവസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ ഏതെങ്കിലും പ്രദേശത്തേക്കായിരിക്കും നിങ്ങളൊക്കെ മാറ്റി പുതിയ വീടുകളൊക്കെ എടുത്ത് ചെറിയ ഒരു ടൗൺഷിപ്പായി മാറ്റും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ കിട്ടും എന്ത് കിട്ടുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരിടം വേണം. പിന്നെ വർഷത്തിന് എന്ത് ചെയ്യും ഞങ്ങൾ ആലോചിക്കണം. അതൊക്കെ സർക്കാർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് റേഷൻ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് സൗജന്യമായി റേഷൻ തരും, മറ്റ് അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കും. അല്ലാതെ തന്നെ ബാക്കി ആളുകളൊക്കെ സഹായിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അതാണ് ആവശ്യം. പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ എന്താ എനിക്കത് ശരിക്കും കിട്ടില്ല. എന്താ നമ്മൾ സങ്കടം, അത്രയും വിഷമം കാര്യം. എനിക്ക് അരക്കര സ്ഥലം ഉണ്ടായിരുന്നു. എൻ്റെ സ്ഥലം കംപ്ലീറ്റ് ഒക്കെ നഷ്ടപ്പെട്ട് പോയി. ഇപ്പോൾ ഒന്ന് കുറച്ചുള്ളൂ. ഞാൻ പോയി നോക്കി ഒരു 10 സെൻറ്റ് ബാക്കിയുണ്ട്. അതിലിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ വീട് കെട്ടാനും പറ്റില്ല. ഇപ്പോൾ എൻ്റെ വീട് പോയിൻ്റെ പക്കമായി അത്രയ്ക്ക് എത്തി. കുറേ പോയിൻ്റെ സൈഡ് കുറേ സ്ഥലം ഉണ്ടായിരുന്നു. പകുതി 3/4 ഭാഗം എൻ്റെ സ്ഥലം പോയി. അപ്പോൾ ഞാൻ നല്ല വരുമാനം കിട്ടിയ സ്ഥലം എനിക്ക്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ജീവിതം, ആ വരുമാനം കൊണ്ടാണ് എൻ്റെ 2 കുട്ടികളെ കെട്ടിച്ചു കൊടുത്തത്. 2 മക്കളെ കെട്ടിച്ചു. ആ വരുമാനം കിട്ടിയിട്ട് ആ വരുമാനം വീട് കെട്ടി, എല്ലാം കെട്ടി, നല്ല പ്രത്യേക വീട് ആയി. അങ്ങനെ ഇന്നൊരു ചെറുക്കൻ മാത്രം, ഒരു പെൺകുട്ടീന് മാത്രം. ഇപ്പം ആരും ചോദിച്ചാൽ പെൺകുട്ടി തരില്ല. ഈ ഭാഗത്ത് ആരും തരില്ല. ചോദിച്ചെങ്കിൽ ഉരുപട്ടി അങ്ങ് പെൺകുട്ടി തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പെൺകുട്ടി കൊണ്ടുവരാൻ പറ്റാതായി. എന്ന് വെച്ചെങ്കിൽ ഇതാണ് സ്ഥലമില്ല, വീടില്ല, ഒക്കെ നഷ്ടപ്പെട്ട് പോയി. എവിടെ താമസ സ്ഥലം എന്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ വാടക താമസമായി ഒരു സാധാരണക്കാർ തരില്ല പെൺകുട്ടീനെ.